AMMയുടെ പ്രതിനിധി വിജയൻ കാരന്തൂരിലേക്ക് പോവുകയാണ്. ശ്രീ വിജയൻ കാരന്തൂർ, ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട സർക്കാർ എടുക്കുന്ന നിലപാട്, CPM എടുക്കുന്ന നിലപാട്, അതിനെ സിനിമാ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ കാണുന്നു? അത് അവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ ബോധം. നമ്മളിപ്പം പറയും, നമ്മൾ ധാർമ്മികത എന്നൊക്കെ പറയുമ്പോൾ അത് സ്വയം തോന്നേണ്ടതാണെന്നാണ്. അതല്ലാതെ ഒരു പ്രഷറിന് കീഴടങ്ങി നമ്മൾ രാജിവെക്കണം എന്നൊന്നുമല്ല. അത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാണത്. അപ്പോൾ എനിക്കിപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ മുകേഷ് രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ രാജിവെക്കേണ്ടതെന്നൊന്നും പറയാനില്ല. പക്ഷേ എന്തായാലും ഇത്തരം വലിയൊരു ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ നിന്നൊരു അഗ്നിശുദ്ധി വരുത്തേണ്ടത് ആ ആരോപണ വിധേയൻ്റെ കർത്തവ്യമാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ധാർമ്മികത സിനിമാ ലോകത്ത് എത്രത്തോളം കാണുന്നുണ്ട്? ഇപ്പോൾ AMM എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ രാജിവെച്ചത് ആ ധാർമ്മികതയിൽ ഊന്നിയിട്ടല്ലോ. മറുപടി പറയേണ്ടതുകൊണ്ട് ഒളിച്ചോടുകയായിരുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല വേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ 506 അംഗങ്ങളുള്ള അമ്മ എന്ന സംഘടന, അത് പെട്ടെന്നൊരു ദിവസം, കാരണം ആളുകൾ മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ് അതിൻ്റെ ഒരു മറുപടിക്കായി. അപ്പോൾ ഒരു മുങ്ങുന്ന കപ്പലിനെ നടുക്കടലാക്കിയിട്ട് കപ്പിത്താൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വല്ലാത്തൊരു നടപടിയായിപ്പോയി. അപ്പോഴും നമ്മൾ അഷ്വർ ചെയ്യുന്നുണ്ട്, അതുവരെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അംഗങ്ങളുടെ ക്ഷേമമൊക്കെ സംരക്ഷിക്കും എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് എല്ലാ തൊഴിൽ മേഖലയിലും പെൻഷനൊക്കെ കൊടുക്കേണ്ടതാണ് ശ്രീ വിജയൻ കാരന്തൂർ. അതെന്തോ ഒരു ഭിക്ഷ കൊടുക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേക്കാം, കൈനീട്ടം. അത് ഇത്ര ഇങ്ങനെ പറയാനുള്ള കണക്കെന്താണ്? അവിടേക്ക് വന്നു വീഴുന്ന പൈസയുടെ കണക്കും ഈ കൊടുക്കുന്ന തുകയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അത് അത് ഇപ്പോഴും ആ സംഘടന അതൊരു തൊഴിൽ സംഘടനയല്ല എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ബൈലോ ഒക്കെ ഉള്ളത്. കാരണം അത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ അതെനിക്ക് അതിൻ്റെ ഒരു പൂർവ്വ ചരിത്രമൊന്നും എനിക്കറിയില്ല. ഞാനാകെ 2 വർഷമാണ്. അതുതന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഫൈറ്റ് ചെയ്ത് നേടിയതാണെന്ന്. ഒരുപാട് സമയം എനിക്ക് ആവശ്യമുള്ളൊരു സമയം സംഘടനയ്ക്ക് പലരും ചേരാൻ പറഞ്ഞപ്പോൾ, മുമ്പുള്ള പ്രസിഡന്റ് ഇന്നസെൻ്റ് ഏട്ടനൊക്കെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ചേരാൻ പറഞ്ഞ സമയത്ത് നമുക്ക് സാമ്പത്തിക ഞെരുക്കം കാരണം അതിലൊന്നും ചേരാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെ ഒരു സംഘടനയൊക്കെ വേണോ. പക്ഷേ പിന്നീടാണ് അങ്ങനെ ഒരു സംഘടന വേണമെന്നുള്ളത് ആവശ്യം വരികയും ഞാനതിൽ മെമ്പർഷിപ്പിനായിട്ട് സമീപിക്കുകയും നിരന്തരം മെമ്പർഷിപ്പിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു വർഷം പറഞ്ഞു അക്കൊല്ലം ആരെയും എടുക്കുന്നില്ല, അതുകൊണ്ട് അടുത്തതിൽ പരിഗണിക്കുക. അപ്പോഴേക്കും എന്താണ് ഇതിൻ്റെ ഇരട്ടിയായി, ഇതിൻ്റെ ഫീസൊക്കെ ഇരട്ടിയായി, അപേക്ഷാ ഫീസൊക്കെ ഇരട്ടിയായതിന് ശേഷം പക്ഷേ ഞാനത് എൻ്റെ ഒരു വാശി പോലെ, അല്ലെങ്കിൽ എനിക്ക് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ള ഒരു ആവേശം കൊണ്ട് ഞാനിപ്പോൾ സംഘടനയുടെ മെമ്പറാണ്. 506 മെമ്പർമാരിൽ ഒരാളാണ് ഞാൻ ഒക്കെ ഈ കഴിഞ്ഞ ജനറൽ ബോഡിക്ക് തിരഞ്ഞെടുത്ത ഒരു കമ്മിറ്റിയാണ്. പെട്ടെന്ന് ഇത്തരമൊരു പ്രശ്നം വരുമ്പോൾ അത് അവിടുന്ന് അങ്ങോട്ട് പിരിച്ചു വിടുക എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ രാജിവെക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലല്ലോ വേണ്ടത്. ശരിക്കും കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിൽ അല്ലെങ്കിൽ അതിലെ മെമ്പർമാരെ ബോധ്യപ്പെടുത്താനെങ്കിലുമുള്ള ഒരു ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു എളിയ ഒരു അഭിപ്രായം. അങ്ങനെ നടന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമാണ്. പിന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട ടി പത്മനാഭൻ, മഹാനായ എഴുത്തുകാരനായ ടി പത്മനാഭൻ പറഞ്ഞ പോലെ അത് കമ്മിറ്റിയായിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ, അതൊരു കമ്മീഷൻ ആയില്ല എന്നുള്ളതാണ്. അപ്പം തന്നെ നമുക്ക് അറിയാം 4.5 വർഷം ഈ റിപ്പോർട്ടുകൾ അതിനെ എവിടെയും ഇപ്പോൾ സത്യത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ പുറത്തുവിടാഞ്ഞതും ആർക്കു വേണ്ടിയാണ് ശ്രീ വിജയൻ കാരന്തൂർ? അത് നമുക്ക് അണ്ടർസ്റ്റുഡാണ്, പലർക്കും വേണ്ടിയിട്ടായിരിക്കാം. ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പലരെയും പവർ ഗ്രൂപ്പ്, പവർ ലോബി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ വിലക്കുകൾ ഉണ്ടായിരുന്നു സിനിമയിൽ എന്നുള്ളത് അതൊരു വാസ്തവമാണ്. അത് അമ്മയിൽ മാത്രമല്ല സിനിമാ ലോകത്ത് മുഴുവൻ. എനിക്ക് തന്നെ നേരിട്ട് എന്നെ വിലക്കി എന്നല്ല പറയുന്നത്, ഞാൻ അനുഭവിച്ചൊരു സംഭവമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയതായിട്ടൊരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ സഹപ്രവർത്തകരെ അയാളുടെ കൂടെ അതുവരെ ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോഗ്രാഫർ അയാളുടെ സിനിമയ്ക്ക് സ്റ്റില്ലെടുക്കാൻ വേണ്ടി വെക്കുന്നു. പക്ഷേ ഇവിടെ യൂണിയൻ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ആ യൂണിയൻ്റെ ആളുകളെ വിടുന്നു. അവിടെ ആരെങ്കിലും മെമ്പർഷിപ്പിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു സംഘടനയിലും അംഗമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ ചെയ്യാമെന്ന്.
പക്ഷെ കൃത്യമായിട്ടുള്ള അത്തരം നിയമങ്ങളുടെ ഒരു വയലേഷനാണ് ഇത്രയും കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഇതിനൊരു താൽക്കാലിക ആശ്വാസം വന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണഫലം അതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ താങ്കൾ ഇപ്പോഴും ആ ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കും, അതിപ്പോൾ കോടതി പറഞ്ഞാൽ നടപ്പാക്കേണ്ടി വരും, അതല്ലാതെ സർക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നടപ്പാക്കുമെന്ന് വിശ്വസിക്കുകയാണോ? ഇപ്പോൾ മുകേഷിന് വേണ്ടി, രഞ്ജിത്തിന് വേണ്ടി എടുത്ത നിലപാടുകൾ, നടപടികൾ വൈകിച്ച നിലപാടുകളൊക്കെ നമ്മൾ മുന്നിൽ കണ്ടതാണല്ലോ. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉന്നയിച്ച ആരോപണത്തെക്കാൾ ഗുരുതരമായ ആരോപണം ഇതാ കഴിഞ്ഞ ദിവസം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു യുവാവിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ യുവാവ് ഇപ്പോൾ അല്പസമയത്തിനകം നമ്മോടൊപ്പം തത്സമയം ചേരാൻ പോകുന്നു. ആ വെളിപ്പെടുത്തൽ വരാൻ പോകുന്നു, കൂടുതൽ ആ കാര്യങ്ങളിൽ വിശദീകരിച്ച് പറയാൻ പോകുന്നു. മൊഴി കൊടുക്കാതിരിക്കാൻ സമ്മർദ്ദമുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് സംഭവം വല്ലാത്തൊരു സങ്കടമാണ്. കാരണം നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാവുമ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് പഴയ മഞ്ഞപ്പുസ്തകം വായിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ. കാരണം ആ യുവാവിൻ്റെ വെളിപ്പെടുത്തലൊക്കെ വായിച്ചിട്ട് അതിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചയുടെ ചിലരുടെ കമൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ തൊലി ഒരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആരോപണ വിധേയരായിട്ടില്ലെങ്കിലും കൂടി അതാണ് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറഞ്ഞത് ഇരകൾക്ക് സംരക്ഷണം വേണമെന്നാണ്, ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നാണ്. ഇത് ഇരകളുടെയും വേട്ടക്കാരൻ്റെയും സ്വകാര്യതയെ സംരക്ഷിക്കുന്ന രീതിയിലായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ കാതലതാണ്. അപ്പോൾ തെറ്റ് ചെയ്തവൻ, അത് തെറ്റ് നിയമമുണ്ട്, ഇവിടെ കോടതികളുണ്ട്, ആ തെറ്റ് സ്ഥാപിക്കപ്പെട്ടാൽ അയാളെ പുറത്താക്കും, അല്ലെങ്കിൽ അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ അയാളെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടുകൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആളുകൾ മുഴുവൻ ചോദിക്കുന്നു, ഞാനൊരു പുറത്തേക്ക് ഇറങ്ങിയാൽ നിൻ്റെ പേര് എത്രാമത്തെ പേജിലുള്ളത്, തമാശയ്ക്കാണെങ്കിലും ആളുകൾ ചോദിക്കുന്നു. അപ്പം മൊത്തം ആളുകളുടെ സംശയത്തിൻ്റെ നിലയിൽ, മൊത്തം സിനിമാ പ്രവർത്തകരെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുക എന്നുള്ളൊരു സംഭവം വല്ലാത്തൊരു ഗതികേടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.